സാക്ഷാൽ പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ശബരൻ നക്ഷത്രഗണത്തിലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഉത്തരവാദിത്വമുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും ഈ നക്ഷത്രക്കാർ. മാത്രവുമല്ല വളരെയധികം പ്രതിഭാശാലികളുമാണ്. എന്നിരുന്നാലും ഇവർക്ക് ഒരു ഉപകാര സ്മരണ, നമ്മൾ നന്ദിയില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഈ നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. പല ആളുകളും ചെയ്തു കൊടുക്കുന്ന പല ഉപകാരങ്ങളും അവർ വിസ്മരിച്ചു പോകാറുണ്ട്. എന്നാൽ വളരെ മാന്യമായ പെരുമാറ്റം മറ്റുള്ളവരോട് നടത്തുന്നത് വഴി മറ്റുള്ളവരിൽ നിന്നും ബഹുമാനങ്ങൾ ലഭിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇനി തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം പ്രഗത്ഭരായിരിക്കും. മാത്രവുമല്ല ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് വക്രബുദ്ധി. ഈ വക്രബുദ്ധി എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും ഒരല്പം ഇവർ ഉപയോഗിക്കാറുണ്ട്. മാത്രവുമല്ല ഈ വക്രബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് അതിവേഗം പിടിച്ചെടുക്കുവാനുള്ള ഒരു കഴിവും കൂടി ഇവർക്ക് ഉണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ വക കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച്. ഇനി മറ്റുള്ളവർക്ക് ഇവരെ കാണുമ്പോൾ കുറച്ച് സമാധാനപ്രിയനായിട്ടുള്ള ഒരു ശാന്ത സ്വഭാവത്തിലുള്ളൊരു വ്യക്തിയാണ് എന്നായിരിക്കും തോന്നുക. പക്ഷെയോ അങ്ങനല്ല. അതായത് ഉള്ളിൽ ഇവരെപ്പോഴും വളരെ ഊർജ്ജസ്വലമായിട്ട് പല പല ചിന്തകളും നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. പുറമേ മാത്രമാണ് ശാന്തരായി മറ്റുള്ളവർക്ക് തോന്നുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഈ നാളുകാരോട് ചേർന്ന് അടുപ്പത്തിലുള്ളവർക്കൊക്കെ ഇക്കാര്യം വളരെ നന്നായിട്ട് അറിയുന്നതായിരിക്കും. ഇനിയോ മുൻകോപം വളരെയധികം പറയേണ്ടുന്ന ഒരു കാര്യമാണ്. മുൻകോപികളാണ് ഇവർ. അതായത് വളരെ വേഗം തന്നെ കോപമുണ്ടാകും. ഭഗവാനും അങ്ങനെയാണല്ലോ അല്ലേ, ക്ഷിപ്രപ്രസാദി ക്ഷിപ്രകോപിയുമാണ്. അതുപോലെ തന്നെ ഇവര് ക്ഷിപ്രകോപികളാണ്. പക്ഷെ പല സന്ദർഭങ്ങളിലും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കോപം അല്പം വിനയായി ഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ദയവായി നിങ്ങളുടെ കോപത്തെ നിങ്ങളൊന്ന് ബോധപൂർവം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അതത്ര നന്നാവില്ല. ഇനിയോ ഇനി ഈ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനാണെങ്കിൽ ജീവിതത്തിൽ ഏതൊരു തകർച്ചയോ പ്രതിസന്ധി പിടിച്ച ഒരു വലിയ ദുർഘടം പിടിച്ച ഒരു ഘട്ടത്തിൽ പോലും തളർന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. മാത്രവുമല്ല ഏതൊരു കയത്തിലേക്ക് കൊണ്ടിടുകയാണെങ്കിലും വളരെ വേഗം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സ്വഭാവക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാര്. ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴോ ഏറ്റവും അധികം വേണ്ടുന്ന ഒരു ഗുണം തന്നെയല്ലേ ഈ ഗുണം. ആ ഒരു ഗുണം, അതായത് അതികഠിനമായിട്ടുള്ള ഒരു മനോബലമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. വളരെ നല്ല നക്ഷത്രമാണ് കേട്ടോ. എന്നിരുന്നാലും ചില ദോഷങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഒന്നും പേടിക്കാനില്ല. ദോഷങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നടത്തുക വഴി ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇനി ഇവരെക്കുറിച്ച് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താം. എന്താണ്? ഏതൊരു പ്രശ്നം വന്നാലും നിഷ്പ്രയാസം അവയൊക്കെ തരണം ചെയ്ത് പ്രശ്നപരിഹാരം കണ്ട ശേഷം
അതിൽ വിജയവും നേടി കൈയും കെട്ടി എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കും. അത്ര വളരെ വേഗത്തിൽ എളുപ്പത്തിൽ ഒരു പ്രയാസവും ഇല്ലാതെയാണ് തിരുവാതിര നക്ഷത്രക്കാര് പ്രശ്നങ്ങളെ സമീപിക്കുക. ഇത് മറ്റുള്ളവർ കണ്ട് പഠിക്കേണ്ടുന്ന ഒരു ഗുണമാണ്. ഇനി ഇവരോട് പറയേണ്ടുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇവരോട് അടുത്ത് നിൽക്കുന്നവര് ഇല്ലെങ്കിലോ ഇവരോട് ഏതെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് നിർത്തി അവിടെ നിന്ന് പോയിക്കോളൂ. കാരണം എന്താണ്, വാഗ്വാദങ്ങളിൽ ഒന്നും തന്നെ ഒരു വാഗ്വാദം വാദപ്രതിവാദം വന്നാൽ ഇവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. വാദപ്രതിവാദങ്ങളിൽ മറ്റുള്ളവരെ അടിച്ച് തോൽപ്പിച്ചിരിക്കും തീർച്ചയാണ്. അത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റ് നക്ഷത്രക്കാരിൽ ഈ ഒരു പ്രവണത ഉള്ളതിനേക്കാളും കൂടുതൽ തിരുവാതിരക്കാരിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരോട് എതിർക്കാനോ അല്ലെങ്കിൽ വാഗ്വാദത്തിനോ ഒക്കെ മുതിരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളുക. എന്താണ്, നിങ്ങൾ തോറ്റുപോകും, അവർ ജയിക്കും കേട്ടോ. ഇനി ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ആത്മീയ കാര്യങ്ങളിൽ ആത്മീയ ചിന്തകളൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഇനി തിരുവാതിര നക്ഷത്രക്കാരോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് 2 വട്ടം അല്ലെങ്കിൽ 3-4 വട്ടം ചിന്തിക്കണം. കാരണം എന്താണ്, വളരെ നേരത്തെയുള്ള വിവാഹ ജീവിതം ചില പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം എന്താണ്, വളരെ വൈകിയുള്ള വിവാഹമാണ് പൊതുവേ തിരുവാതിര നക്ഷത്രക്കാരിൽ കാണുന്നത്. മാത്രമല്ല അത് നന്നാണ്. വളരെ നേരത്തെയുള്ള വിവാഹത്തിൽ നടന്ന് പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുന്നതിലും നല്ലതാണ് വൈകിയുള്ള വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാര് വിവാഹം ഒരൽപ്പം വൈകി എന്ന് പറഞ്ഞ് നക്ഷത്രക്കാരോ മാതാപിതാക്കളോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, അത് നന്നാണ്. ഇനി തിരുവാതിര നക്ഷത്രത്തിൽ പെടുന്ന സ്ത്രീകളോടാണ് പറയാനുള്ളത്. സ്ത്രീകൾക്ക് ശുക്രചന്ദ്രന്മാര് ബലഹീനരാകുന്ന സമയങ്ങളിൽ, ജാതകത്തിൽ ശുക്രചന്ദ്രന്മാർ ബലഹീനരാകുന്ന സന്ദർഭങ്ങളിൽ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് യഥാസമയം മനസ്സിലാക്കി ശുക്രചന്ദ്രന്മാരെ പ്രീതിപ്പെടുത്തിയാൽ എന്താണ്, വെറുതെ ഒന്ന് കുലുങ്ങുക മാത്രമേ ചെയ്യുള്ളൂ, അത് അടപടലം നിലക്കില്ല. അതായത് വിവാഹബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായാലും തട്ടിമുട്ടി അങ്ങ് മുന്നോട്ട് പോയിക്കോളും. ഇനി പ്രതികൂല നക്ഷത്രങ്ങളല്ലേ, ഏതൊരു നക്ഷത്രത്തിന് നമ്മൾ പൊതുവേ പ്രതികൂല നക്ഷത്രങ്ങളും അനുകൂല നക്ഷത്രങ്ങളെയും കുറിച്ച് പറയാറുണ്ട്. അത്തരത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങൾ ആരാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് പല കാര്യങ്ങളും ഈ നക്ഷത്രങ്ങൾ വെച്ച് ചെയ്യേണ്ടതുണ്ടല്ലേ. ഏതാണ്, ഉത്രാടം 2, 3, 4 പാദങ്ങളും. ഉത്രാട നക്ഷത്രം പൂർണ്ണമായിട്ടില്ല, 1-ാം പാദം ഇല്ല. 2, 3, 4 പാദങ്ങളിൽ പെടുന്ന ഉത്രാട നക്ഷത്രവും തിരുവോണ നക്ഷത്രം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ, ഈ നക്ഷത്രങ്ങൾ തിരുവാതിരക്കാർക്ക് പ്രതികൂലാണ്. പിന്നെയോ തിരുവാതിര നക്ഷത്രക്കാര് ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി യാതൊരു കാരണവശാലും വിവാഹബന്ധമോ മറ്റ് കൊടുക്കൽ വാങ്ങലുകളോ സാമ്പത്തിക ഇടപാടുകളോ ബിസിനസ് പോലെയുള്ള സംരംഭങ്ങളോ ഒന്നും നടത്തുന്നത് നന്നല്ല. മറിച്ചത് ദോഷാകും ഭാവിയിൽ ഉണ്ടാക്കുക. ഇനിയോ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളിൽ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. അപ്പോഴോ ഇപ്പോൾ ചോദിക്കാനുണ്ടാവും, ഒരു പരീക്ഷയാണ്, അത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ,
അത് ഈ പറയുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനങ്ങളിലാണെങ്കിൽ പോകണ്ടേ എന്ന് ചോദിക്കാറുണ്ടാവാം. അങ്ങനല്ല. ഒരു ശുഭകാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്താൽ അത് ആ ദിവസങ്ങളിൽ, നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വെക്കരുത്. ഉദാഹരണത്തിന് വിവാഹം, പാലുകാച്ചൽ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ പ്രതികൂല നക്ഷത്ര ദിനങ്ങളിൽ വെക്കരുത്. തടസ്സങ്ങൾ ഉണ്ടാകും. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി തിരുവാതിര നക്ഷത്രക്കാർക്ക് തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം, ഈ നക്ഷത്രം നമ്മളിപ്പോൾ പ്രതികൂലത്തിൽ പറഞ്ഞത് പോരാതെ ഇത് വേദ നക്ഷത്രമാണ്, വേദമുള്ള നക്ഷത്രമാണ്. ആകയാൽ യാതൊരു കാരണവശാലും വിവാഹബന്ധത്തിന് മുതിരരുത്. തിരുവാതിരക്കാർ തിരുവോണ നക്ഷത്രവുമായി യാതൊരു കാരണവശാലും വിവാഹം വേണ്ടേ വേണ്ട. ഇനി അറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം തീർച്ചയായും ചെയ്യണം, ചെയ്തിരിക്കണം. ഇനി അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇവരെ കൂടെ കൂട്ടിയാൽ ഭാഗ്യം ഉണ്ടാവും. മാത്രവുമല്ല പിന്നെന്താണ്, ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ഒരു ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുകയാണ് എന്ന് കരുതുക, അത് വെച്ചിട്ട് ഉയർച്ചയിലെത്തിക്കും. കൂടാതെയോ വിവാഹ ബന്ധമൊക്കെ നല്ലൊരു വിവാഹ ജീവിതവും നിങ്ങൾക്ക് തരും. അപ്പോൾ ഏതൊക്കെയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ അനുകൂല നക്ഷത്രം നോക്കാം. തിരുവാതിരക്കാർക്ക് തിരുവാതിര അനുകൂല നക്ഷത്രമാണ്. കൂടാതെയോ ചോതി, ചതയം, തിരുവാതിര, ചോതി, ചതയം എന്നീ ജന്മനക്ഷത്രങ്ങൾ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീക്കും പുരുഷനും അനുകൂലമാണ്. ധൈര്യമായിട്ട് ഈ നക്ഷത്രക്കാരുമായി ബന്ധം സ്ഥാപിക്കലോ ബിസിനസ്സോ കൊടുക്കൽ വാങ്ങലുകളോ ഏത് തരം കാര്യങ്ങളും നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യാം. മാത്രവുമല്ല പിന്നെന്താണ്, ഈ ദിനങ്ങളിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി ജീവിതത്തിൽ മുടങ്ങിക്കിടപ്പുള്ള ഒരു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭാഗ്യം നിറം ധരിച്ചാൽ എന്താണ്, ഭാഗ്യമുണ്ടാകും. പിന്നെയോ തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യം മുടക്കം കൂടാതെ നടത്തി വിജയിച്ച് തിരിച്ചു വരുവാനും സാധിക്കും. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യനിറം ഏതാണ്? കറുപ്പ്, കടും നീല. ഈ നിറങ്ങളാണ് തിരുവാതിര നക്ഷത്രത്തിന് ഭാഗ്യനിറങ്ങളെന്ന് പറയുന്നത്. ഇനി തിരുവാതിര നക്ഷത്രം സാക്ഷാൽ പരമശിവന്റെ നക്ഷത്രത്തിൽ ഞാൻ ജനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് ഇത്രത്തോളം കഷ്ടപ്പാടുകൾ, ജീവിതത്തിൽ കഷ്ടാരിഷ്ടതകൾ മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ തടസ്സം, ഇവിടെ തടസ്സം, സർവത്ര തടസ്സം, മനക്ലേശം, അരിഷ്ടതകൾ, അങ്ങനെ ഒട്ടും സുഖകരമല്ലാത്തൊരു ക്ലേശകരമായ ജീവിതം എന്താണ് ഭഗവാനെ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന തിരുവാതിരക്കാരുണ്ടോ? ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. എന്താണ് കാരണം? നിങ്ങൾക്ക് ശനി, കേതു, സൂര്യൻ ഇതിലേതെങ്കിലും ഒരു ദശാപകാരമായിരിക്കും. ഏതൊരു നക്ഷത്രത്തിലായാലും ചില സമയങ്ങളിൽ ചില ദശാപകാര കാലമുണ്ട്. ഈ ദശാപഹാരം വരുമ്പോൾ നമ്മൾക്ക് ദോഷമായിരിക്കും. വിചാരിച്ചതും ആ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അപ്പോൾ അതിനെന്താണ്, വിഷമിച്ച് മാറിയിരിക്കുകയല്ല വേണ്ടത്. മറിച്ചോ പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയും പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പരിഹാരങ്ങൾ കാണാൻ സാധിക്കും. യഥാസമയം ദോഷപരിഹാരങ്ങൾ മനസ്സിലാക്കി അവ നടപ്പിലാക്കിയാൽ നമ്മൾക്ക് ഭാഗ്യം വന്ന് ചേരുക തന്നെ ചെയ്യും. പറയുന്ന പോലെയുള്ള നാളിൻ്റെ ഭാഗ്യങ്ങളെല്ലാം സിദ്ധിക്കും. സംശയമേതും വേണ്ട. അപ്പോൾ ഇനി
മനക്ലേശമെടുത്ത് മാറ്റി കാറ്റിൽ പറത്തിയിട്ട് പരിഹാരങ്ങൾ കേട്ടോളൂ. തിരുവാതിര നക്ഷത്രക്കാര് കേൾക്കണുണ്ടോ? കേട്ടോളൂ. നിങ്ങൾക്ക് ശനിയാണ് ദോഷമെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് വീടിന് തൊട്ടടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന് അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ജനം കഴിപ്പിക്കുക. മുടക്കം വരുത്താതെ പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെയും ഇത് നടത്തുന്നത് നന്നാണ്. അപ്പോൾ സ്ത്രീകൾ കരുതലുണ്ടാവും, ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും പറ്റില്ലല്ലോ ഭഗവാനെ, എന്ത് ചെയ്യും? വിഷമിക്കണ്ട. പറ്റുന്ന ശനിയാഴ്ചകളിൽ തൊട്ടടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ പോയി, ശബരിമല തന്നെ പോകണം എന്നില്ല, അത് പുരുഷന്മാർക്കല്ലേ സാധിക്കുള്ളൂ. വീടിന് തൊട്ടടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ പോവുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, അയ്യപ്പനൊരു ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക. ശനിദോഷം മാറിക്കിട്ടും, ഭഗവാൻ അനുഗ്രഹിക്കും. മനസ്സൂര്യോഗി അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് കേതുവിൻ്റെ ദോഷമാണ് എന്നുണ്ടെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാര് ചെയ്യേണ്ടുന്നത് ഗണപതി ഭഗവാനെ, സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാനെ മനസ്സൂര്യോഗി പ്രാർത്ഥിക്കുക. ഭഗവാനെ, എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ വിഘ്നങ്ങളും മാറ്റി എനിക്ക് തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കി സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കും, കടാക്ഷിക്കും തീർച്ചയാണ്. മാത്രവുമല്ല, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് കേതു ദോഷമാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൂടാതെ ചതുർത്ഥി ദിനങ്ങളിൽ, അതായത് മാസങ്ങളിൽ ചതുർത്ഥി വരുമല്ലോ, ഈ ചതുർത്ഥി ദിവസങ്ങളിൽ കേതുദോഷ ശാന്തി പരിഹാരത്തിനായി ഗണപതി ഹോമം നടത്തുന്നത് നന്നാണ്. ക്ഷേത്രങ്ങളിൽ പോയി കേതുദോഷ ശാന്തി പരിഹാര ഗണപതി ഹോമം നടത്തുക. ഇത് തീർച്ചയായിട്ടും കേതുദോഷം മൂലമുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി, ഭാഗ്യക്കേടുകളും മാറ്റി വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും തീർച്ചയാണ്. ഇനി തിരുവാതിര നക്ഷത്രക്കാർക്ക് സൂര്യ അപഹാര കാലമാണെങ്കിൽ അതുമൂലമുള്ള ദോഷമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സൂര്യഭഗവാനാണ് ദോഷമെങ്കിൽ, അതായത് സൂര്യഭഗവാനല്ല, ഭഗവാന്റെ ദശാവതാരകാലമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം. മാത്രവുമല്ല, ആദിത്യ മന്ത്രം ജപിക്കണം. കൂടാതെ ഞായറാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കണം. ഞായറാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് രാവിലെ സൂര്യഭഗവാൻ ഉദിച്ചുയരുന്ന സമയത്ത് സ്വഗ്രഹങ്ങളിൽ, സ്വന്തം വീടുകളിൽ എന്താണ് ആദിത്യ പൊങ്കാല ഭഗവാന് സമർപ്പിക്കണം. സൂര്യദോഷ പരിഹാരത്തിന് തിരുവാതിര നക്ഷത്രക്കാർ ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആദിത്യ പൊങ്കാല ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് മനസ്സൂര്യേകി പ്രാർത്ഥിക്കുക. ഒപ്പം വിഷ്ണു ഭഗവാനെ കൂടി വിളിക്കണേ. അപ്പോൾ ഇത്രയും ചെയ്യുക. പിന്നെ പറ്റുമ്പോഴൊക്കെ ഗായത്രി മന്ത്രം ജപിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി, കേതു, സൂര്യൻ മൂലം ഉണ്ടാകുന്ന എല്ലാ ദശാപഹാര ദോഷങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇതുവരെയും അത്തരത്തിൽ വിഷമിച്ചിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പതിയെ പതിയെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന് ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ആഗ്രഹ സാഫല്യവും ഉണ്ടായാൽ എന്ത് ചെയ്യണം? ദയവായി വീഡിയോയുടെ താഴെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റുള്ള തിരുവാതിര നക്ഷത്രക്കാർക്കും കൂടി അത് ഉപകാരപ്രദമായി കൊള്ളട്ടെ അല്ലേ.
ഇനി ദശാപകാര കാലങ്ങളിൽ ഇത്രയും അതാത് ദേവന്മാർക്ക് പ്രീതി നടത്തിയത് കൊണ്ട് മാത്രമായില്ല, അത് നമ്മൾക്ക് ആ യഥാസമയം ദശാപകാര സമയങ്ങളിൽ മാത്രമാണ് ഫലിക്കുക, അല്ലേ? അല്ലാതെ പൊതുവായിട്ട് തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്നത്, നിങ്ങളുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് രാഹുവാണ്. രാഹുവിനെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യര് ദശാപകാര കാലങ്ങളിൽ പ്രാർത്ഥിച്ച് പരിഹാരം കാണുന്നല്ലാതെ അങ്ങനെ പ്രാർത്ഥിക്കലില്ല. തിരുവാതിര നക്ഷത്രക്കാര് അത് പാടില്ല. നിങ്ങളുടെ നക്ഷത്രാധിപൻ രാഹു ആകയാൽ എന്താണ് ചെയ്യേണ്ടത്? രാഹുവിനെ സദാസമയവും പ്രാർത്ഥിക്കുക. അതിപ്പോൾ ദശാപകാര കാലം എന്നല്ല ഞാൻ ഈ പറയണേ, മറിച്ചോ അല്ലാതെ തന്നെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. ഈ ദശാപകാരകാല സമയത്തും നിങ്ങൾക്ക് നക്ഷത്രാധിപനെയും കൂടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദോഷം വേഗം മാറി കിട്ടേയുള്ളൂ. അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ രാഹു നക്ഷത്രാധിപനായിട്ടുള്ളപ്പോൾ രാഹു പ്രീതി വരുത്തണം. അതിലെന്താ ചെയ്യേണ്ടത്? സർപ്പഭജനം നല്ലതാണ്. സർപ്പഭജനം എന്ന് പറയുമ്പോൾ നാഗരാജാവിനും നാഗദേവന്മാർക്കും 100 പാലും സമർപ്പണം, പിന്നെ പുള്ളുവൻ പാട്ട്, സർപ്പാരാധന, അതായത് നാഗദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ രാഹു നിങ്ങളെ പ്രീതിപ്പെടും. നക്ഷത്രാധിപൻ പിന്നെ തിരുവാതിര നക്ഷത്രക്കാരുടെ കൂടെ നിൽക്കും തീർച്ചയാണ്. ഇനി നിങ്ങളുടെ നക്ഷത്ര രാശിയുടെ അധിപൻ ആരാണ്? തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര രാശി അധിപൻ ബുധനാണ്. ബുധൻ നക്ഷത്ര രാശി അധിപനാണെങ്കിൽ ആരെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഗുരുവായൂരിലേക്ക് വരെ പോയി പ്രാർത്ഥിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. വീണ്ടും തൊട്ടടുത്തുള്ള ഭഗവാന്റെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. മനസ്സുരുകി ഭഗവാനെ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയാൽ ബുധപ്രീതി ഉണ്ടാകും തീർച്ചയാണ്. മാത്രവുമല്ല ദേവീ ദർശനം, ദേവീ ക്ഷേത്രങ്ങളിൽ പോയി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. പോകുമ്പോൾ ഒരു ചുവന്ന പട്ടുകൂടി വാങ്ങിക്കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച്, അമ്മേ ഭഗവതി ദേവി, എൻ്റെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളും മാറ്റി അനുഗ്രഹിക്കണേ എന്ന് മനസ്സുരുകി അമ്മയോട് അങ്ങ് പ്രാർത്ഥിക്കുക. ദേവി തീർച്ചയായും ഫലസിദ്ധി തന്നിരിക്കും തീർച്ചയാണ്. അപ്പോൾ ദശാപകാര കാലങ്ങളല്ലെങ്കിൽ പോലും രാഹു നിങ്ങളുടെ നക്ഷത്രാധിപനാകയാൽ രാഹുപ്രീതിക്ക് സർപ്പഭജനം, അതുപോലെ തന്നെ രാശിയാധിപൻ ബുധനാകയാൽ ശ്രീകൃഷ്ണ ഭഗവാനും ദേവിക്കും യഥാക്രമം പ്രാർത്ഥനയും വഴിപാടും നടത്തുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി നന്മ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ച. ഇനി തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്ര ദേവൻ രുദ്രനാണ്. രുദ്രനാകയാൽ ഭജിക്കേണ്ടുന്ന മന്ത്രം എപ്പോഴും പറയാറുള്ളതാണ് നക്ഷത്രദേവന്റെ മന്ത്രം നമ്മുടെ നക്ഷത്രത്തിന്റെ എന്താണ്? മൂലമന്ത്രാണ്. ആ മന്ത്രം പറ്റുമ്പോഴൊക്കെ സദാസമയം മനസ്സിൽ ഉരുവിട്ടാൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൈപ്പടിയിൽ ഒതുങ്ങും തീർച്ച. ഭാഗ്യം കൈവെള്ളയിലിരിക്കും. രുദ്രദേവനെ ഭജിക്കേണ്ടുന്ന മന്ത്രം ഇതാണ്. തിരുവാതിര നക്ഷത്രക്കാർ എഴുതിയെടുത്തുകൊള്ളുക, മറന്നു പോകരുത്. ഓം രുദ്രായ നമഃ, ഓം രുദ്രായ നമഃ, ഓം രുദ്രായ നമഃ. ഇതാണ് നിങ്ങളുടെ മൂലമന്ത്രം. ഏത് സമയവും നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ അതിരാവിലെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീറ്റ് ധ്യാനിക്കാം. ഈ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ധ്യാനവും അതീവമായിട്ടുള്ള എന്താ പറയുക, ഇപ്പോൾ അതിന് അത്ഭുത സിദ്ധികൾ, ദൈവ കടാക്ഷം, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വരിക, ഭാഗ്യം വരിക, ഒക്കെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഈ മന്ത്രം നിങ്ങളുടെ ഒരു ജീവവായുവായി കരുതുക.
ഇനി നിങ്ങളുടെ മൃഗം ഏതാണ് തിരുവാതിര നക്ഷത്രത്തിന്? പെൺനായയാണ് നിങ്ങളുടെ മൃഗം. പക്ഷിയോ ചകോരമാണ്. ഇനി വൃക്ഷം കരിമരമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ മനുഷ്യഗണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. കേട്ടിട്ട് നിങ്ങൾ ആരും തന്നെ ഇതിലെ ദോഷങ്ങൾ കേട്ട് വിഷമിക്കരുത്. മറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം തന്നെ യഥാസമയത്ത് അതാത് ദശാപകാര സമയത്ത് അത് നടത്തുക. അതാത് ദൈവങ്ങളെ പ്രാർത്ഥിക്കുക. പിന്നെയോ നക്ഷത്രാധിപനെയും രാശി അധിപനെയും നക്ഷത്രദേവനെയും പ്രാർത്ഥിക്കുക. ഒന്ന് മാത്രം മനസ്സിൽ കരുതുക. എന്താണ്? ഭഗവാൻ സാക്ഷാൽ പരമശിവന്റെ നക്ഷത്രമാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു കടാക്ഷവും സംരക്ഷണവും നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും തീർച്ചയാണ്. ഇപ്പോഴുള്ള ജീവിതത്തിലെ പ്രതിസന്ധി ഓർത്തിട്ടൊന്നും മനക്ലേശം ഏതും വേണ്ട. അതെല്ലാം മാറും. അത്രയും നല്ല നക്ഷത്രമാണ് നിങ്ങൾ. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ വിചാരിച്ചതുപോലെ തന്നെ മുന്നേറുക. എല്ലാവരെയും സാക്ഷാൽ പരമശിവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ നിർത്തുന്നു. അടുത്ത നക്ഷത്രവുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.